ശ്രീജന്റോ, ഇപ്പോൾ കേസെടുക്കാൻ ഈ വെളിപ്പെടുത്തലുകളിൽ ആരോപണങ്ങളിൽ ഉള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ DGP അതിനെ ശുപാർശ ചെയ്യുന്നത്, അതിന്റെ തുടക്കമിടുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം? അല്ല, ഈ ഇതിലിപ്പോ കേസെടുക്കാൻ DGP നൽകുന്ന ശുപാർശ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. കാരണം കുറെ കാലമായിട്ട് കേരള പോലീസ് രാഹുലിന്റെ എതിരെ പുറകെ അന്വേഷണമായിട്ട് നടന്നിട്ട് യാതൊരു തെളിവുമില്ല, യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മറ്റൊരു സാഹചര്യത്തിൽ പല ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ മുതലാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന രാഷ്ട്രീയ ലാക്കാക്കിയുള്ള ഒരു നടപടി മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റും. അവിടെ ശ്രീ ജിൻഡോ ജോൺ, ഇക്കാര്യത്തിൽ എന്താണ് ഈ രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞത്? എന്താണ് FIR മറ്റോ ഒന്നുമില്ലല്ലോ, പരാതിക്കാരിയില്ലല്ലോ. സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ വരുമ്പോൾ അതിന്റെ ഗുരുതര സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് അന്വേഷിക്കാം, തേടാം. അപ്പോൾ നിയമപരമായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്ന നിലയ്ക്ക്, അതല്ലെങ്കിൽ രാഹുലിനെ സംബന്ധിച്ചോളം രാഹുലിനും കോടതികളിലേക്ക് പോകാനുള്ള വിവേചന അധികാരവുമുണ്ട്. അപ്പോൾ അവിടെ ഈ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും എന്ന നിലയിലേക്ക് ചിന്തിച്ചാൽ ജിൻഡോ കേൾക്കാമെങ്കിൽ, ഇത് രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നെങ്കിൽ വരട്ടെ എന്ന് കൂടി നമുക്ക് പറഞ്ഞുകൂടെ? ക്ലാരിറ്റി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ആരുടെ പരാതിയിലാണ് കേസെടുക്കുന്നത്? ഇല്ല, സ്വമേധയാ കേസെടുക്കാം, അതിന്റെ നീക്കങ്ങൾക്ക് തുടക്കമിടാം എന്നൊരു നിയമോപദേശമാണ് ലഭ്യമാകുന്നത്. അപ്പോൾ ആ വഴിക്ക് ചിന്തിച്ചാൽ അതിനൊരു പൊളിറ്റിക്കലി ഉള്ള ഒരു ആരോപണം ഒരു വശത്ത് നിങ്ങൾ പറയുന്നതാണ് ആണെങ്കിൽ കൂടിയും ഇതൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താൻ ഒരു അന്വേഷണം സാധ്യമാകുമെങ്കിൽ അത് നടക്കട്ടെ എന്നല്ലേ പറയേണ്ടത്? അല്ല, ക്ലാരിറ്റി വരുത്താൻ അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ ഈ തിടുക്കം മറ്റു പലരുടെയും കാര്യത്തിൽ ചെയ്യാതെ പോകുന്നതാണ് പ്രശ്നം. ഇതേ തിടുക്കം അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ആരോപണവും പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്നെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാറിനെതിരായിട്ട് ഉയർന്നിട്ടുള്ള ആക്ഷേപത്തിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അന്വേഷണം നടത്തുമോ? പിണറായി വിജയൻ സർക്കാരിന്റെ മുട്ട് വിറക്കി വന്ന് ചെയ്യാനായിട്ട്. അപ്പൊ രാഹുലിനെതിരെ ആരാണ് പരാതിക്കാരി? അങ്ങനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറയുന്ന ഇങ്ങനെ ഇത്തരം ഓഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കേസെടുക്കാനായിട്ട് എങ്ങനെയാ പറ്റുക? അപ്പോൾ ശ്രീ ജിൻഡോ, ഇപ്പോഴത്തെ ഈ നിലയിലാണ് അല്ലെങ്കിൽ നീക്കങ്ങളെങ്കിൽ രാഹുലിന് സപ്പോർട്ട് നൽകുമോ നിങ്ങൾ? അല്ല, ഇതിൽ ഞങ്ങൾ രാഹുലിനെ സപ്പോർട്ട് നൽകുക എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് സംഘടനാപരമായി നടപടി നേരിട്ട് മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ രാഹുൽ സംഘടനാപരമായി നടപടി നേരിട്ട ഒരാളായാലും അല്ലെങ്കിലും ഏതൊരു സാധാരണക്കാരനായാലും ഈ സ്റ്റാൻഡേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഞങ്ങൾ ക്രിമിനൽ കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കി. ഇത് രാഷ്ട്രീയ ലാഭം നോക്കിയിട്ടുള്ള ഒരു ഇടപാട് മാത്രമാണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണ്ടേ? അല്ലെങ്കിൽ BJP നേതാക്കന്മാർക്ക് എതിരെ വരുന്ന ആരോപണത്തിൽ നടപടി എന്താ സ്വീകരിക്കാത്തത്? മുകേഷിനെതിരെ കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ പോലീസ് പോയപ്പോൾ അദ്ദേഹത്തിന് ഒളിവിൽ പോകാനുള്ള എല്ലാ സൗകര്യം കൊടുത്ത് അദ്ദേഹത്തെ കാണാതെ പോലീസ് ഒളിച്ചു നടക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് എടുക്കുന്ന നടപടികൾ അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. ഇപ്പൊ കോൺഗ്രസ് രാഹുലിനെതിരെ എടുത്തിട്ടുള്ള സംഘടനാ നടപടികൾ ഒരു കാര്യം കൂടി ഇടപെടുകയല്ല, ഒരു കാര്യം കൂടി. അതായത് ഈ രാഷ്ട്രീയമായി വേട്ടയിടൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാങ്കേതികമായി ഒരു MLA പദവിയിൽ മാത്രം അദ്ദേഹം നിൽക്കുന്നു എന്നാണ് സാങ്കേതികമായ നേതാക്കളൊക്കെയും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ലാക്ക് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മറ്റൊരു ഗ്രൗണ്ട് ഉണ്ടോ ഈ നീക്കത്തിൽ? അല്ല, അതിലുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള സംഘടനാപരമായ നടപടികൾ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഗ്രൗണ്ടിലാണ് സംഘടനാ നടപടി സ്വീകരിക്കുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പരാതിക്കാരുണ്ടോ? എത്തരത്തിലുള്ള പരാതിയാണ്? ഏത് പരാതിയിൽ ഏത് വോയിസിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ പരാതിയിലാണ് പോലീസ് കേസെടുക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള C കൃഷ്ണകുമാറിനെതിരെ കേസെടുക്കേണ്ടതായിരുന്നില്ലേ? ഇതിനു മുമ്പും പലവട്ടവും അത്തരം ചർച്ചകൾ വന്നപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് നടപടി സ്വീകരിച്ചില്ല? മുകേഷിനെതിരെ കേസ് വന്നപ്പോൾ ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിന് ഒളിവിൽ പോകാൻ അദ്ദേഹത്തെ കാണാതെ പോലീസ് ഒളിച്ചു നടക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പൊ രാഹുലിനെതിരെ മാത്രം ഇത് കൊണ്ടുവരുന്നതിൽ ഒരു പ്രശ്നം അത് രാഷ്ട്രീയ വേട്ടയാണെന്ന് ഞങ്ങൾ പറയും. അത് രാഹുലിനെതിരെ അല്ല, പിണറായി വിജയനെ എതിർക്കുന്ന ആർക്കെതിരെയും അത്തരത്തിൽ കേസെടുക്കുമ്പോൾ സമാനമായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KF സുധാകരനെ പെടുത്താൻ വേണ്ടിയിട്ട് കള്ളമൊഴി കൊടുത്ത് കേസെടുക്കുകയും
പിന്നീട് ആ മൊഴി കൊടുത്ത ആളുകൾ തന്നെ തിരുത്തി അത് രണ്ട് തലത്തിലാണ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കെ സുധാകരന്റെ അടുത്ത കേസും ഇത് തുടർച്ചയായിട്ട് പരാതികൾ 7ഓളം പരാതികളുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന ഗർഭചിത്രമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ഓഡിയോ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് എന്താണ് ഇത് രാഹുലിന്റെ ഓഡിയോ ആണോ, ഒരുപക്ഷെ മിമിക്രിക്കാരെ കൊണ്ട് വല്ലതും ചെയ്യിച്ചാണോ, അങ്ങനെയൊക്കെ പൊതുസമൂഹ കോൺഗ്രസിന്റെ ഇടയിൽ പലരെങ്കിലും സംശയം ഉയർത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ശബ്ദ പരിശോധന അടക്കം ഇതിനെ പിൻപറ്റി പല രീതിയിലൊക്കെ പോയേക്കാം. അപ്പോൾ ഒരു ക്ലാരിറ്റി കാര്യത്തിൽ വരുമല്ലോ. തീർച്ചയായിട്ടും ക്ലാരിറ്റി വരുന്നതിന് നമുക്ക് തടസ്സമില്ല. അതിന് കേസെടുത്തുകൊണ്ട് തന്നെ ക്ലാരിറ്റി വരണമെന്ന് നിർബന്ധം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പരാതിക്കാരി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് സ്ത്രീകളുടെ പരാതി അതിലുണ്ടായിരുന്നല്ലോ. എത്ര പേരുടെ അങ്ങനെ സ്വമേധയാ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു, എത്ര നടപടികൾ സ്വീകരിച്ചു? അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ വേട്ട എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടെന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അതിനപ്പുറത്ത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ ആരുടെങ്കിലും മൊഴിയുണ്ടോ? അങ്ങനെ പോലീസിനെ സ്വമേധയാ തോന്നി കേസെടുക്കാനായിട്ട് സാധിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടോ? അത് നമുക്കറിയണ്ടേ? അങ്ങനെ മറ്റാളുകൾക്കെതിരെ എന്തുകൊണ്ട് അത്തരം നടപടികൾ എടുത്തില്ല? അതുകൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. തീർച്ചയായും ഇത് ഉയർത്തി എങ്ങനെയായിരിക്കാം ഇനി കോൺഗ്രസിന്റെ പ്രതിരോധം? അതായത് രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ രാഹുലിനെതിരെ നടക്കുന്നു, അതിന്റെ പുതിയ നീക്കങ്ങൾ, അതിനുള്ള തിരക്കഥ തയ്യാറാക്കുന്നു എന്നാണോ കോൺഗ്രസിന്റെ ഒരു പൊതു അഭിപ്രായം നിലയിൽ അതിനെ കാണട്ടോ? അല്ല, അത്ര കുറിച്ചിട്ട് ഇപ്പോ പറയേണ്ട സാഹചര്യമായിട്ടില്ല. ഇതെങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കണം. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തിടുക്കം, ഇന്ന് പിണറായി വിജയന്റെ പ്രസ് മീറ്റ്, അതിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട്, പോലീസിന്റെ ഈ നടപടിക്രമങ്ങൾ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കിട്ടിയ സൗകര്യത്തിന് ഏറ്റവും വലിയ ഒരു പ്രതിയോഗിയായിട്ടുള്ള, ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കിട്ടിയ സൗകര്യത്തിന് അങ്ങ് പെടുത്താമെന്നുള്ള ഒരു വ്യഗ്രതയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് അങ്ങനെ കണ്ടാൽ പോരാ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പെട്ട നേതാക്കന്മാർ പുലർത്തേണ്ട പൊളിറ്റിക്കൽ മൊറാലിറ്റി പുലർത്തേണ്ട, അത് അങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിന് പകരം രാഹുലിനെ മാത്രം കേസിൽ പ്രതിയാക്കി വേട്ടയാടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാലും ഒരു സാധാരണക്കാരന് സംഭവിക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് നിലപാടെടുക്കും അതേ നിലപാട് ഞങ്ങൾ ഇക്കാര്യത്തിലും എടുക്കും.